പത്തനംതിട്ട ഇലന്തൂരിൽ ബൈക്ക് അപകടത്തിൽപ്പെട്ട 17കാരനെ വഴിയിൽ ഉപേക്ഷിച്ച് സഹയാത്രികനെതിരെ കേസ്. ബൈക്ക് ഓടിച്ച സഹദിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തിയിട്ടുണ്ട്. അപകടത്തിൽ പരിക്കേറ്റ നെല്ലിക്കാല സ്വദേശി സുധീഷ് കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. പ്രവീൺ പുരുഷോത്തമൻ നൽകും വിവരങ്ങൾ. പ്രവീൺ, നമ്മളെ ഏവരെയും ഞെട്ടിച്ചതാണ് ആ ദൃശ്യങ്ങൾ. സഹയാത്രികനെ ഉപേക്ഷിച്ച് കടന്നു കളയുന്ന സഹദിനെയാണ് നമ്മൾ കണ്ടിരുന്നത് ദൃശ്യങ്ങളിൽ. ഇപ്പോൾ എന്താണ് പോലീസിന്റെ തുടർ നടപടികൾ ഉണ്ടായിരിക്കുന്നത്? വിനീത, കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ട കോഴഞ്ചേരി റൂട്ടിൽ ഇലന്തൂരിന് സമീപം തുണ്ടഴം എന്ന സ്ഥലത്ത് ഇരുചക്രവാഹനം അപകടത്തിൽപ്പെട്ടത്. ഇരുചക്രവാഹനത്തിൽ രണ്ടുപേരാണ് സഞ്ചരിച്ചിരുന്നത്. ബൈക്കിന്റെ പുറകു സീറ്റിൽ സഞ്ചരിച്ചിരുന്ന 17 വയസ്സുള്ള സുധീഷാണ് മരിച്ചത്. ഈ വാഹനം ഓടിച്ച സഹദിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ സഹദിനെതിരെ പോലീസ് FIR ഇട്ടിരുന്നു. ആദ്യം ഇട്ടിരുന്നത് IPC 1860, 279, 304A വകുപ്പുകൾ ചുമത്തിയാണ്. പക്ഷേ ഇന്നിപ്പോൾ 304A വകുപ്പിന് പകരം 304 ചുമത്തിയാണ് പുതിയ FIR വന്നിരിക്കുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം ചുമത്തിയാണ് ഈ ബൈക്ക് ഓടിച്ചിരുന്ന സഹദിനെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ സഹദിനെ കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ നിന്ന് മാത്രമേ ഒരുപക്ഷെ സഹദിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ. വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്ത് വന്നിരുന്നു. വീട്ടിൽ നിന്നും സാധനം വാങ്ങാൻ പുറത്തേക്ക് പോകവേ ഈ സഹദിനൊപ്പം ബൈക്കിന്റെ പുറകു സീറ്റിൽ കയറി സുധീഷ് യാത്ര ചെയ്യുകയായിരുന്നു. വീട്ടിൽ നിന്നും 1.5 കിലോമീറ്റർ ദൂരെ വെച്ചാണ് ഈ അപകടം നടന്നത്. റോഡിലേക്ക് തലയിടിച്ചാണ് സുധീഷ് വീണത്. പിന്നീട് ആ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ ബൈക്ക് ഉന്തി ഈ സഹദ് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവിടെ ഉണ്ടായിരുന്ന കടക്കാരും ഒപ്പം തന്നെ നാട്ടുകാരും ഒക്കെ ചേർന്നാണ് ഈ ബൈക്ക് തള്ളിക്കൊണ്ടുപോകാൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച സഹദിനെ പിടികൂടിയത്. അങ്ങനെയാണ് സഹദ് പോലീസ് കസ്റ്റഡിയിലായത്. ഏതായാലും ഇക്കാര്യത്തിൽ ഊർജിതമായിട്ടുള്ള അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ്. ഇപ്പോൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ആ കുറ്റം ചുമത്തിയാണ് ഇപ്പോൾ വാഹനം ഓടിച്ചിരുന്ന സഹദിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. വിനീത. ശരി, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട ഇലന്തൂരിലാണ് ബൈക്ക് അപകടത്തിൽപ്പെട്ട 17കാരനെ വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് സഹയാത്രികൻ കടന്നുകളഞ്ഞത്. ഇതിനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്.